തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബി.ജെ.പി. സിൽ LDF സ്ഥാനാർത്ഥികളുടെ പല ചിഹ്നങ്ങളും വ്യക്തമായി കാണാത്ത രീതിയിൽ വോട്ടിംഗ് മെഷീനിൽ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒത്തുകളിയാണ്. തനിക്കോണം പുറത്തെടുക്കുകയാണ് CPM. കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറിനെ മുഖ്യമന്ത്രി V.D. സതീശന്റെ സെക്രട്ടറിയായി കഴിഞ്ഞ ദിവസം നിയമിച്ചു. ഈ നടപടി ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാര സ്മരണ എന്ന ആരോപണവുമായി CPM രംഗത്ത്. ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടി. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ ഇത്തരമൊരു നിയമനം നടത്തിയ അനുഭവം കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF-ന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദുരൂഹവുമായ പല നടപടികളും സ്വീകരിച്ചു എന്ന LDF ആരോപണം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് CPM-ന്റെ പ്രസ്താവനയിൽ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJP സീൽ കണ്ടു. അത് വിവാദമായിരുന്നു. പശ്ചിമ ബംഗാളിൽ സമാനമായ രീതിയിൽ നിയമനങ്ങൾ നടന്നപ്പോൾ BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കള്ളച്ചന്തയിൽ മോഷണം വലുതാണെങ്കിൽ പ്രതിഫലവും വലുതാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. നിയമനം ലജ്ജയില്ലാത്ത കൂട്ടുകെട്ടും ഒത്തുകളി എന്നും AICC പ്രതികരിച്ചു. കേരളത്തിൽ നടന്നത് കോൺഗ്രസും BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ലജ്ജയില്ലാത്ത ഒത്തുകളി കൂട്ടുകെട്ടുമല്ലേ എന്ന് രാഹുൽ ഗാന്ധിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും വ്യക്തമാക്കണം. SIR-ന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് വോട്ടാണ് കേരളത്തിൽ ഇല്ലാതാക്കിയത്. യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യുകയും അനർഹരെ നിലനിർത്തുകയും ചെയ്ത കമ്മീഷൻ നിലപാടിനെതിരെ അന്ന് തന്നെ ഇടതുപക്ഷം രംഗത്തുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ച തീയതിക്ക് ഒരാഴ്ച മുൻപ് ഒരാളെയും അറിയിക്കാതെ പേര് ചേർക്കുന്നത് അവസാനിപ്പിക്കാനും കമ്മീഷൻ നിർബന്ധം പിടിച്ചു. UDF-ന്റെ വോട്ടുകൾ ആദ്യം തന്നെ ചേർത്തു എന്ന് ഉറപ്പാക്കിയിരുന്നു. അതിനുശേഷമാണ് പട്ടിക അന്തിമമാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ധൃതി നടന്നത് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJP സീൽ പതിപ്പിച്ചതും ഇത്തരത്തിലുള്ള മറ്റൊരു ഇടപെടലാണ് എന്നാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നതിലും പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥികളുടെ പല ചിഹ്നങ്ങളും വ്യക്തമായി കാണാത്ത രീതിയിൽ വോട്ടിംഗ് മെഷീനിൽ പ്രിന്റ് ചെയ്തു എന്ന പരാതികളുമുണ്ട്. തിരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടതും കേരളം കണ്ടു. തെരഞ്ഞെടുപ്പ് നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും വോട്ടിംഗ് ശതമാനം പോലും കൃത്യമായി പുറത്തുവിടാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. സ്ട്രോങ് റൂമുകൾ തുറന്നു എന്ന ആക്ഷേപമുണ്ടായി. ഇതിനൊക്കെ പിന്നിൽ ആസൂത്രിതമായ ഇടപെടലാണോ എന്ന സംശയമാണ് ഈ നിയമനത്തോടെ ബലപ്പെടുന്നത്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ചീഫ് ഇലക്ഷൻ ഓഫീസർ മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറിയായും SIR-ന് നേതൃത്വം നൽകിയ സുബ്രത ഗുപ്തയെ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശകനായും നിയമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ചയാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് പോലുള്ള ചുമതലകളിൽ നിയോഗിക്കപ്പെടുന്ന പ്രധാന ഉദ്യോഗസ്ഥർക്ക് വിജയിച്ച സർക്കാരിന് കീഴിൽ ഉന്നത പദവി നൽകുന്നതിന് കൂൾ ഓഫ് ടൈം ഏർപ്പെടുത്തണം എന്നായിരുന്നു AICC-യുടെ ആവശ്യം. ബംഗാളിലെ നിയമനത്തെ ദേശീയ തലത്തിൽ ഇങ്ങനെ വിമർശിച്ച കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ സമാനമായ നീക്കത്തെ എങ്ങനെ കാണുന്നു എന്ന് വ്യക്തമാക്കണമെന്നും CPM ആവശ്യപ്പെടുകയാണ്. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത അട്ടിമറിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ശ്രമിക്കുമ്പോൾ സമാനമായ നിലയിലുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരും നടത്തുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി തീരുമാനമെടുക്കുന്ന സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ മാറുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇനി മറ്റൊന്നുകൂടി പറയാം. നിയമസഭയിൽ 2 ഭരണപക്ഷ MLA-മാരുടെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് CPM-ന്റെ മറ്റൊരു വിമർശനം. ഇതിനു പുറമെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ സന്ദർശക ഗാലറിയിൽ ആർപ്പുവിളിയും കയ്യടിയും ഉയർന്നത് അച്ചടക്ക ലംഘനമായി ഉയർത്തിക്കാട്ടാൻ ഒരുങ്ങുകയാണ് CPM. ആലുവ MLA അൻവർ സാദത്ത് പ്രതിജ്ഞയ്ക്കിടെ സത്യവാചകത്തിന് പുറമെ എന്റെ പ്രിയപ്പെട്ട ആലുവക്കാർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിലാണ് തർക്കം. എന്തായാലും പുറത്തിരുന്ന് പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്തിരിക്കുമ്പോൾ കുറെയൊക്കെ തനിക്കോണം കാണിക്കണമല്ലോ. അത്തരം തനിക്കോണം കാണിക്കാനുള്ള ശ്രമമാണ് CPM എന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ രത്തൻ കേൽക്കറുടെ ഈ ഒരു നിയമനത്തെക്കുറിച്ച് ഭരണത്തിലിരിക്കുന്നവർ, നേതൃത്വ സ്ഥാനത്തുള്ളവർ പറയട്ടെ എന്നാണ് KC വേണുഗോപാലന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.